നിങ്ങൾ എന്താ മനസ്സിലായി കാണിച്ച് അടുത്ത മാസം വെക്കേഷൻ പോകാൻ വെച്ച പൈസയല്ലേ ഇത്? അതുകൊണ്ട് നിങ്ങൾ ക്രിക്കറ്റ് എക്യുപ്മെന്റ്സ് വാങ്ങിച്ചോ? നിനക്കറിയാലോ ക്രിക്കറ്റ് ഓൾറെഡി എൻ്റെ പാഷൻ ആണെന്നുള്ളത്. അതൊക്കെ പോട്ടെ, നീ നിന്റെ കസിൻ്റെ കല്യാണത്തിന് 10,000 രൂപയുടെ ഡിസൈനർ സാരി വാങ്ങിച്ചില്ലേ? അത് ഏത് കണക്ക് വരും? അതുപോലെയാണോ ഇത്? ഇത് ഫാമിലി ഫംഗ്ഷൻ അല്ലേ? അതുമാത്രമല്ല, സാരിയൊക്കെ ഞാൻ ഒരുപാട് വർഷം നീ എന്തായാലും കൊടുക്കും. അതുപോലെയാണ് ഇത്. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി 15,000 രൂപ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? നോക്ക് റിൻസി, നമ്മൾ തമ്മിൽ എപ്പോഴും പണത്തെ ചൊല്ലി പ്രശ്നങ്ങളാണ്. നമുക്കിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇനി. അതെ, നമുക്കൊരു കറക്റ്റ് പ്ലാൻ വേണമെന്ന എൻ്റെ ആഗ്രഹം. നമ്മുടെ ഗോൾസ്, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ പ്ലാൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പാർട്ട്നേഴ്സിനോട് പണത്തിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ ഡിസഗ്രിമെന്റ്സ് ഒക്കെ മിക്കപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കറക്റ്റ് പ്ലാൻ, ടീം വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജേർണി മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവും 1+0=1, പക്ഷേ 1+1=3. കൺഫ്യൂഷൻ ആയോ? ഇത് ടീം വർക്കിന്റെ മാജിക് ആണ്. അല്ലെങ്കിൽ സയൻസിൽ നമ്മൾ ഇതിന് സിനർജി എഫക്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് രണ്ടുപേരും ഒന്നിച്ചാൽ ഒറ്റയ്ക്ക് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ അതിലും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന്. അപ്പം ഇത് പണം അതുപോലെ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ കറക്റ്റ് ആണ്. ഇന്ത്യാന യൂണിവേഴ്സിറ്റി കെല്ലി സ്കൂൾ ഓഫ് ബിസിനസ് നടത്തിയൊരു പഠനത്തിൽ പറയുന്നുണ്ട്, കപ്പിൾസ് ഒന്നിച്ച് പണം കൈകാര്യം ചെയ്യുവാണെങ്കിൽ ലോങ്ങർ ടേമിലേക്ക് അവർ ഹാപ്പി ആയിരിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ആസ് എ കപ്പിൾ എങ്ങനെ നമ്മൾ ഫൈനാൻസ് മാനേജ് ചെയ്യണം എന്നതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുപേരും ഒന്നിച്ച് എങ്ങനെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാം എന്നതാണ്. പക്ഷേ ഒരു കാര്യം ആദ്യമേ പറയാം, ഇന്നത്തെ വീഡിയോ ജസ്റ്റ് കപ്പിൾസിന് വേണ്ടി മാത്രം ഉള്ളതല്ല കേട്ടോ. നിങ്ങളിപ്പം സിംഗിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മാരീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ ഫൈനാൻസ് പ്ലാൻ ചെയ്യാൻ നിങ്ങളിപ്പോൾ ഒട്ടും ലേറ്റ് തന്നെയല്ല. പക്ഷെ ഒരു കാര്യം, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. സോ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ആദ്യം നിങ്ങൾ എങ്ങനെയാണ് മണി മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ പാർട്ട്ണർ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ അതോ സേവിങ് സൈഡിലേക്കുള്ള ആളാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർക്ക് കുറച്ച് ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ രണ്ടുപേരും ഫൈനാൻഷ്യലി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓപ്പൺലി നിങ്ങൾ സംസാരിക്കുക. സോ രണ്ടുപേരുടെയും പണം കൈകാര്യം ചെയ്യുന്ന രീതി മനസ്സിലാക്കുന്നതും റെസ്പെക്ട് ചെയ്യുന്നതും വഴി നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒന്നിച്ച് ഫൈനാൻഷ്യൽ വഴിയിൽ ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളുടെ പാർട്ട്ണറിന്റെ അസറ്റ്സ് അതുപോലെ ലയബിലിറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അപ്പം എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ അത്, EMI, ഇനി ഇൻവെസ്റ്റ്മെന്റ്സ് ലൈക്ക് ഇപ്പോൾ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ആദ്യം നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വരുമാനം കിട്ടുന്ന വഴിയുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കൊരു ക്ലിയർ പിക്ചർ മുന്നോട്ടേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി എളുപ്പമായി കാര്യങ്ങളെല്ലാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കടം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ പുതിയ കടങ്ങളൊന്നും വരുത്തി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ നോക്കണം. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, കുറച്ച് കടമൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ ഒരു ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കടം എടുക്കുന്നതിലും നല്ലത് സേവ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ നിലവിലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് എങ്ങനെ ഫൈനാൻസ് മാനേജ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല വഴി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ നീഡ്സ്, വാണ്ട്സ് അതുപോലെ സേവിങ്സിനായിട്ട് നിങ്ങളുടെ ഇൻകം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണമെങ്കിൽ 50-30-20 റൂൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതനുസരിച്ച് നമ്മുടെ ഇൻകത്തിൻ്റെ 50% നെസസിറ്റീസിനാണ് പോകുന്നത്, 30% പേഴ്സണൽ സ്പെൻഡിങ്, 20% സേവിങ്സിലേക്കും. അപ്പോൾ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന അപ്രോച്ചിങ്ങിൽ മാറ്റം വരാം 3 പ്രൈമറി മെത്തേഡ് വെച്ച്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ ജോയിന്റ് അക്കൗണ്ട് വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ ഓരോ മെത്തേഡിനും അതിൻ്റെതായ പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ 2 പേരുടെയും പണം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇന്നൊരു കാര്യത്തിന് ആരാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പണത്തിന് മുകളിൽ നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഇതിന് വേണം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ലൈഫ് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പം ഇത് കുറച്ച് കോംപ്ലക്സ് ആവാം. ലൈക്ക് ഇപ്പം മക്കളൊക്കെ ലൈഫിലേക്ക് വരുമ്പം, അതുപോലെ തന്നെ ജോലി മാറ്റമൊക്കെ വരുമ്പം. ഇനി അടുത്ത് ജോയിന്റ് അക്കൗണ്ട്സ് ആണ്. അപ്പം എല്ലാത്തിനും ഒരു അക്കൗണ്ട്, ഇത് സിമ്പിളാണ്. പക്ഷേ 2 പേരുടെയും സ്പെൻഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. സോ ഇപ്പോൾ ഒരാൾ അധികം സ്പെൻഡ് ചെയ്യുന്ന കാണുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്കൊക്കെ കാരണം ഉണ്ടാക്കും. ഇനി അടുത്ത് കമ്പൈൻഡ് സിസ്റ്റം ആണ്.
അപ്പം നിങ്ങളുടെ പേ ചെക്ക് ഒരു അക്കൗണ്ടിലേക്കാവും പോകുന്നത്. പക്ഷേ സെപ്പറേറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും പേഴ്സണൽ ക്യാഷ് ലഭിക്കും. സോ ഇതുവഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനൊക്കെ ഉള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ സ്റ്റിൽ നിങ്ങളുടെ ലൈഫ് ഗോൾസിന് വേണ്ടിയിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരുടെയും റെസ്പോൺസിബിലിറ്റീസ് ലൈക്ക് ഇപ്പോൾ ബിൽ പേയ്മെന്റ്, ലോങ് ടേം ഗോൾസ് ലൈക്ക് ഇപ്പോൾ ഒരു വീട് വാങ്ങുന്നത്, അതുപോലെ റിട്ടയർമെന്റ് പ്ലാനിങ് നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ബില്ലൊക്കെ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി എങ്ങനെ ഫൈനാൻസ് മാനേജ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കപ്പിൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഗോൾസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾ അത് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾ ഷോർട്ട് ടേം അതുപോലെ ലോങ് ടേം ഗോൾസ് ആയിട്ട് നിങ്ങൾ അത് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഷോർട്ട് ടേം ഗോൾസിൽ വരുന്നതാണ് ഇപ്പോൾ വെക്കേഷൻ പ്ലാനിങ്, ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്നതൊക്കെ. ഇനി ലോങ് ടേം പ്ലാനിങ്ങിൽ വരുന്നതാണ് മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റിട്ടയർമെന്റിലേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യുന്നതൊക്കെ. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ലോങ് ടേം ഗോൾസ് കോംപ്രമൈസ് ചെയ്യാതെ ഇൻഡിവിജ്വൽസ് ഷോർട്ട് ടേം ഗോൾസ് നേടിയെടുക്കണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഷോർട്ട് ടേം ട്രാവൽ ഗോൾസ് ആവും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് ആ സമയത്ത് ലോങ് ടേം സേവിങ്സ് ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഒരു ഫൈനാൻഷ്യൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ലൈഫ് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം പെട്ടെന്നാവും ഒരു ജോലി മാറേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മക്കളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്നാവും വരുന്നത്. സോ നമ്മുടെ ലൈഫിൽ മാറുന്നതനുസരിച്ച് നമ്മളത് പ്ലാൻ ചെയ്യണം. സോ എങ്ങനെ നമ്മുടെ ഈ ലൈഫിൽ ഗോൾസ് ഒക്കെ നമുക്ക് നേടിയെടുക്കാം, അതിന് കുറച്ച് വഴികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പം ആദ്യം നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുക എങ്ങനെ നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പം പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കണം. അപ്പം അതിനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം. അടുത്ത ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റിങ്ങിലേക്ക് വരുമ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, ബോൺഡ്സ്, ഡിപ്പോസിറ്റ്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പം നോർമലി നമ്മുടെ റിസ്ക് കൂടുന്നതനുസരിച്ച് നമ്മുടെ റിട്ടേൺസും കൂടും. ചിലപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ളവരായിരിക്കും, പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ സേഫ് ആയിട്ട് ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളായിരിക്കും. അത് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ ഒന്നിച്ചു വെച്ചിട്ട് ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ നിങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജോയിന്റ് അക്കൗണ്ടിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അപ്ഡേറ്റ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ റെഗുലർലി അത് നിങ്ങൾ ഒന്നിച്ച് റിവ്യൂ ചെയ്യണം. സപ്പോസ് നിങ്ങൾക്ക് ഒരു ജോയിന്റ് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇത് ഉണ്ടാവുന്നെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. അതായത് സ്റ്റോക്സ് അതുപോലെ ഇക്വിറ്റീസ് ഒരു 30% അലോക്കേഷൻ ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സിലേക്ക് 35% അലോക്കേഷൻ ഉണ്ട്, ബോൺഡ്സിലേക്ക് 20%, ബാങ്ക് ഡിപ്പോസിറ്റ് സേഫ് ആയിട്ട് ഒരു 15%. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഹൈ റിസ്ക് ഉള്ള സ്റ്റോക്സ് ഉണ്ട്, ലോ റിസ്ക് ഉള്ള ഡിപ്പോസിറ്റ്സ് അതുപോലെ ബോൺഡ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ രണ്ടാൾക്കാരുടെയും പ്രിഫറൻസ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ, ഇത് ഓരോ ആൾക്കാരനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇൻഷുറൻസ് എന്തായാലും നമ്മുടെ ലിസ്റ്റിലുണ്ടാവും. അതായത് നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഫാമിലി ഒരിക്കലും ബുദ്ധിമുട്ടാൻ വേണ്ടി പാടില്ല. അപ്പോൾ ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ജോയിന്റ് കവർ എടുക്കാം. പോളിസിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പല ആഡ് ഓൺസ് നിങ്ങൾക്ക് കൊടുക്കാം, ലൈക്ക് ഇപ്പം ഡിസബിലിറ്റി കവറേജ്, ആക്സിഡന്റ്, ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ. ഇനി ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വരുമ്പം എംപ്ലോയറിന്റെ കയ്യിൽ നിന്നുള്ള ബേസിക് കവറേജ് മതിയായി എന്ന് വരില്ല. അപ്പം നമ്മളൊരു കോംപ്രഹെൻസീവ് കവറേജ് എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം മെഡിക്കൽ ചിലവൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ ഇപ്പം നോക്കിയാൽ നമുക്കറിയാം, ഇന്ത്യയിൽ ഹാർട്ട് അറ്റാക്സ് ഉണ്ടാകുന്നതിൽ 50% ആൾക്കാർ 50 വയസ്സ് താഴെയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഷുറൻസ് ഒരു എക്സ്പെൻസ് ആയിട്ട് കണക്കാതെ ഒരു സേഫ്റ്റി നെറ്റ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ മുന്നോട്ടേക്ക് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മൂന്നാമത് വിൽപത്രമാണ്. അപ്പോൾ പണത്തെക്കുറിച്ചും ഫ്യൂച്ചർ പ്ലാനിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം വില്ലിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യണം. അതായത് നിങ്ങളിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ അസറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. നിങ്ങളിപ്പം അക്കൗണ്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും, ഒരു വിൽപത്രം ഉണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത ലൈഫിൽ സംഭവിച്ചാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡാറ്റ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഇന്ത്യയിൽ 82,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫോർഗോട്ടൺ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെറുതെ ഇരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ ഭാഗമാകാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് നിങ്ങൾ ക്ലിയർ ആക്കുക.
അതുപോലെ 2 പേർക്കും ഇത് ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ അത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങളൊരു കപ്പിൾ എന്ന നിലയിൽ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ നിങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. അപ്പോൾ ഓരോ കപ്പിളെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഫൈനാൻഷ്യൽ സ്ട്രാറ്റജിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഓക്കെയാണ്, കാരണം ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണല്ലോ. കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെ ആവില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അതൊക്കെ കംപ്ലീറ്റ്ലി നോർമലാണ്, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളോടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഫൈനാൻഷ്യൽ ഡിസ്കഷൻ ചെയ്യാറുള്ളത്? അപ്പോൾ നിങ്ങളത് കമൻസിൽ നിങ്ങൾ പറയാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.